ഞാൻ എന്നും 6 മണിക്ക് എണീക്കും അമ്മ. അഖില എവിടെ? ഏട്ടൻ എണീറ്റില്ല, നല്ല ഉറക്ക. ഇവിടെ എല്ലാവരും എഴുന്നേക്കണമെങ്കിൽ കുറെ സമയമാകും. അവനെ ഓഫീസിൽ വിടണമെങ്കിൽ ഞാൻ കുത്തിപ്പോക്ക് വിടണം. ഇതുപോലെ ഒരു ഉറക്കപ്രാന്ത്. ആയേ ഇട്ടോ, ഞാൻ എടുത്തു തരാം. കുടിക്ക്. അയ്യോ, ഞാൻ എടുത്തോളായിരുന്നമ്മ. തൽക്കാലം ഇത് കുടിക്ക്. ഇന്നത്തേക്ക് ഇത് കുടിച്ചോണം. നാളെ മുതൽ തന്നെ ഇട്ട് കുടിക്കുകയും വേണം, ഇവിടെ ഉള്ളവർക്ക് എല്ലാം ഇട്ട് തരുകയും വേണം. ഞാൻ നേരെ വാ എന്നുള്ള സ്വഭാവക്കാരിയാണ്. നീ കുടിക്ക്. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ആര് കാണിച്ചാലും അപ്പം തന്നെ ഞാൻ പ്രതികരിക്കും. നീ കുടിക്ക്. മനസ്സിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അതിപ്പോൾ ആരായിരുന്നാലും ശരി. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമ്മ? എന്തോ ഹെൽപ്പോ? അതിൻ്റെ അർത്ഥം അറിയത്തില്ലേ? വീട്ടിൽ ജോലി ചെയ്യുന്നതാണോ ഹെൽപ്പ്? തന്നെ നോക്കി കണ്ടങ്ങ് ചെയ്താൽ മതി. ശരി. ചായ കുടിക്കുന്നില്ലേ? ഞാൻ പാൽ ചായ കുടിക്കാറില്ല അമ്മ. എന്നാ ചായ തന്നെ പിടിച്ച് കടിക്കുമോ? അതല്ല, ഞങ്ങളുടെ വീട്ടില് ചായയല്ല, കാപ്പിയായിരുന്നു. അപ്പൊ പുതുപ്പണിന് പുതിയ ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ? അതിനനുസരിച്ച് ഞങ്ങളൊക്കെ ശീലങ്ങൾ മാറ്റണോ ആവോ? അയ്യോ, അങ്ങനെയല്ല അമ്മ, ഞാൻ ചായ കുടിച്ചോളാം. അതാ നല്ലത്. ചായ കുടിച്ചു കഴിഞ്ഞെങ്കിലേ അഖിലിനെ വിളിച്ചോണത്തി 2 പേരുടെ അമ്പലത്തിൽ പോകാൻ നോക്ക്. അമ്പലത്തിലോ? അതെന്താ, കല്യാണത്തിന്റെ പിറ്റേന്ന് അമ്പലത്തിൽ പോകുന്ന നാട്ടു നടപ്പൊന്നും അറിയത്തില്ലയോ? അതല്ല. ദൈവത്തിലും വിശ്വാസമില്ല? അതല്ല. എന്തോ ഇല്ലെന്ന്? അല്ല, ഉണ്ടമ്മ. ഉണ്ടമ്മേ? എന്നാ ചെല്ല്. എണീറ്റായിരുന്നു. എന്നാ വാ, ഒന്നും കൂടെ കിടക്കാം. എണീറ്റ് അമ്മ ഉറങ്ങാനും സമ്മതിക്കൂല. ഇന്നലത്തെ കല്യാണത്തിന്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞു ആകെ ടയർഡായി. അല്ല, താനും അപ്പൊ തന്നെ ഉറങ്ങിയായിരുന്നോ? തനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലേ? അല്ല, രാവിലെ എണീറ്റ് തന്റെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ. എനിക്കൊരു 5 മിനിറ്റ്, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങൾ പിന്നെ പെണ്ണുങ്ങൾക്കാണല്ലോ കൂടുതൽ ഒരുങ്ങാൻ സമയം വേണ്ടത്. പിന്നെ ഒരു കാര്യം, സാരി ഒന്നും വലിച്ചു വാരി കൊടുക്കാൻ പോണ്ട. ഞാൻ ഇന്നലെ തന്നെ കണ്ടു അതിൽ കംഫർട്ടല്ലെന്നുള്ളത്.
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് കാര്യം പറയടി, മനുഷ്യനെ തീറ്റിക്കാതെ. അമ്മ എനിക്ക് പീരീഡ്സ് ആയി. എന്റെ ദൈവമേ, നിനക്ക് പീരീഡ്സ് നീട്ടാനുള്ള ഗുളിക വാങ്ങിച്ചെന്നല്ലായിരുന്നോ? നീ അത് കഴിച്ചില്ലേ? ഞാനത് മറന്നുപോയി അമ്മ. നീ പിന്നെ എന്തോ ഓർത്ത് നടക്കുമായിരുന്നടി. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ പീരീഡ്സ് ആയെന്ന് പറഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും? ഞാൻ നിനക്കൊന്നും പറഞ്ഞു തന്നില്ലെന്നല്ലേ അവര് വിചാരിക്കൂ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതിന്റെ പേര് അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് എന്നെ വിളിച്ചേക്കല്ലേ. വെച്ചിട്ട് പോടി. അമ്മ ഹലോ അമ്മ. അമ്മ ചേച്ചീൻ്റെ ഉടുപ്പ് ഫുള്ളായിട്ട് കഴിഞ്ഞു. എന്തായാലും അമ്മേൻ്റെ കയ്യിൽ നടി കിട്ടും. ഇന്നു മുതൽ എൻ്റെ മോള് വലിയൊരു പെണ്ണാണ്. ഇനി ആമ്പിള്ളാറുള്ള ഓട്ടവും ചാട്ടവും കളിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കണം. അതുപോലെ ഈ തുണി ഇത് കഴുകി പുറത്തൊന്നും കൊണ്ടിടല്. അച്ഛനും ചേട്ടനും ഒക്കെ ഉള്ളതാണ്. ഇനി ഒരാഴ്ചത്തേക്ക് മോള് പുറത്തെങ്ങും ഇറങ്ങണ്ട. ചോറും വെള്ളം എല്ലാം അമ്മ കൊണ്ട് തന്നോളാം. ഇനി മോള് അകത്ത് പോയിരുന്നു കേട്ടോ. ശരി. എന്താടി നിന്റെ മുഖം വീർത്തിരിക്കുന്നത്? അമ്മ സ്കൂളിൽ വെച്ച് ഡ്രസ്സിൽ മൊത്തം ബ്ലഡായി. തുണിയാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അതൊന്നും ഹൈജീൻ അല്ല, വഴക്കും പറഞ്ഞു. സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കാനാ പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളൊക്കെ ചെറുപ്പകാലം തൊട്ട് തുണിയാണ് ഉപയോഗിച്ചത്. ഞങ്ങൾക്കൊരു കുഴപ്പം വന്നില്ലല്ലോ. എന്താ അമ്മേ, പ്ലീസ് അമ്മ. സ്കൂളിൽ പോകുമ്പോൾ ഈ തുണി എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ അത് മാറ്റാനുള്ള ഓപ്ഷൻ സ്കൂളിലില്ല. നീ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ? എന്നാ ഈ പാടൊക്കെ ഉണ്ടായത്? അത് തന്നെയല്ല, ഇനി കടയിൽ ചെന്ന് ഒരു പാട് വാങ്ങിക്കാൻ ചെല്ലുമ്പോ കടക്കാരോട് അറിയുന്ന നിനക്ക് പീരീഡ്സ് ആണ്. കാര്യപ്പെടിയാത്ത നിന്നോടാ പറഞ്ഞ കരച്ചിൽ നിർത്താന്. അച്ഛനപ്പുറത്തുണ്ട്. അമ്മ ഒന്ന് പോയി തരൂ. ഇതിന്റെ വയറുവേദനയൊന്നും അല്ല, ഇതിന്റെ അടവാണ്. ഓർക്കും പീരീഡ്സ് വരാത്തതുപോലെ. അത് തന്നെ, അടവ് തന്നെ. ഒന്ന് പോയി തരോ. ഞാൻ വയറ് ചത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. എടോ, അമ്പലത്തിൽ പോകാൻ റെഡിയാവാന്ന് പറഞ്ഞിട്ട് താനിവിടെ കിടക്കുകയാണോ? ടയർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം പോവാം. എന്താടോ, എന്തു പറ്റി? ഒന്നുമില്ല. തനിക്ക് വീട് മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെന്താ, അച്ഛനും അമ്മയും കാണണം. എങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. അതല്ല, എനിക്ക് പീരീഡ്സ് ആയി. ആ, കൺഗ്രാറ്റ്സ്. അല്ല, ഏട്ടന് എന്നോട് വെറുപ്പൊന്നും തോന്നില്ലേ? വെറുപ്പോ? എന്തിന്? അല്ല, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ അശുദ്ധിയായില്ലേ? അശുദ്ധിയോ? എടോ, ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ. പിന്നെ അതെങ്ങനെ അശുദ്ധിയാവുന്നേ? അല്ല, അമ്മ ഇതറിഞ്ഞാൽ എന്നെ വഴക്ക് പറയോ? അമ്മ അറിഞ്ഞാൽ തന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. താനൊരു കാര്യം ചെയ്യും, തൻ്റെ കയ്യിൽ പാഡുണ്ടോ? ഒരു 5 മിനിറ്റ് ഞാനിപ്പോൾ വരാം. വേണ്ട, ഏട്ടനതൊന്നും വാങ്ങിക്കണ്ട. ഭയങ്കര മോശം. എന്ത് മോശം?
ഇവിടെ അഞ്ചു ചേച്ചിക്കും കസിൻസിനും ഒക്കെ പീരീഡ്സ് ആകുമ്പോൾ ഞാനാ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മ വഴക്ക് പറയത്തില്ലേ? അമ്മ എന്തോന്ന് വഴക്ക് പറയാൻ? വേണ്ട, അതൊക്കെ മോശമാ. താൻ ഇവിടെ റിലാക്സ് ചെയ്ത് ഞാനിപ്പോ വരാം. വേണ്ട ഏട്ടാ, അമ്മയൊക്കെ അറിഞ്ഞ മോശമാ. ഒരു മോശമില്ല, താൻ ഇരിക്കും, ഞാൻ ഡ്രസ്സ് വാങ്ങിട്ടെ. എന്റെ അമ്മ അറിഞ്ഞ വഴക്ക് പറയും, സത്യമായിട്ടും വേണ്ട. തൻ്റെ അമ്മ അറിയത്തില്ല. വേണ്ട ഏട്ടാ. താൻ ഇവിടെ റിലാക്സ് ചെയ്ത് ഞാനിപ്പോ വരാം. നിങ്ങൾ പോകുന്നില്ലേ? സോറി അമ്മ, അതെന്താ? എനിക്കിന്ന് പീരീഡ്സ് ആയിട്ടിരിക്കുക. അതിനെന്തിനാ കരയുന്നേ? വന്ന് കയറിയിട്ട് പിറ്റേന്ന് എന്നെ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വെറുപ്പാണെന്ന് എന്റെ അമ്മ അയ്യോ, വെറുപ്പോ? എന്തൊക്കെ പൊട്ടത്തരോ തള്ളെ കൊച്ചിന്റെ തലയെ കയറ്റി വെച്ചേക്കുന്നത്. അവള് കരച്ചില് നിർത്തി. കരയാതെ കരച്ചില് നിർത്തി. ഞാൻ ഏത് റൂമിൽ അമ്മ മാറി കിടക്കണ്ടേ? അയ്യോ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. നിനക്ക് പറ്റിയ ഒരിടമുണ്ട്. ടെറസിന്റെ മണ്ടയ്ക്ക് പോയി കിടന്നു. സമ്മതമാണോ? ഇത് മുഴുവൻ ഓടാണല്ലോ. ഓട്. ടെറസ് പണിയണോ? പൊട്ടിപ്പെണ്ണ് എല്ലാത്തിനും അങ്ങ് തലയാട്ടിക്കോളും. എന്റെ കെട്ടിയാനോ ഇവിടെ? അത് ഏട്ടൻ വാങ്ങിക്കാനായിട്ട് സത്യമായിട്ട് ഞാൻ മതി, മനസ്സിലായി. മുഖന്താ വയറ്റുന്നോണ്ടോ? അകത്ത് പോയി കിടക്കാമ്മ ഇപ്പൊ വരാം. അമ്മ, കഴിക്കാൻ എന്തെങ്കിലും ആയോ? ആദ്യം ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടാവാം. അവളെന്ത് ചെയ്യും? അവള് റൂമിലുണ്ട്. പിന്നെ അവൾക്ക് ഈ പീരീഡ്സ് ആയതിൽ നമുക്കെന്തെങ്കിലും തോന്നുന്ന നല്ല ടെൻഷനുണ്ട്. എടാ, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. വേദന എടുത്ത് പൊളഞ്ഞാലും എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയും. ഓ, അന്ന് അനുഭവിച്ച വേദന ശത്രുക്കൾക്ക് പോലും ഇത് വരില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ചെന്ന് കയറിയ വീട്ടിലോ ഇതിനെക്കാട്ടി കഷ്ടമാണ്. നിന്റെ അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മായിയമ്മ, ഒരു പൊരിപ്പിച്ച് കളയും. എന്നാൽ വീട്ടിലെ ജോലിക്ക് വല്ല കുറവുണ്ടോ? അതില്ല. ഇതൊക്കെ പെണ്ണുങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഓ, കഷ്ടം. പൊതിയേറെ വരുമ്പോൾ ഞാൻ നിന്റെ അച്ഛനോട് പറയും. ആരും കാണാതെ നിന്റെ അച്ഛൻ എനിക്കത് വാങ്ങിച്ചോണ്ട് തരും. പിന്നെ വേദന സഹിക്കാതാവുമ്പോൾ നിന്റെ അച്ഛൻ ചില്ലൂപ്പി വെള്ളം ചൂടാക്കി ഒഴിച്ച് എൻ്റെ വയറ്റത്ത് വയ്ക്കും. ഈ സമയത്ത് ആശ്വസിപ്പിക്കാൻ ഒരാളുള്ളതിൻ്റെ വില ആർക്കും മനസ്സിലാവില്ല. അമ്മ, ഈ പെണ്ണുങ്ങൾക്ക് എങ്ങനെ അമ്മ ഇത്രയും വേദന സഹിക്കാൻ പറ്റുന്നത്? എല്ലാ മാസവും ഇത് സഹിക്കുന്നത് കൊണ്ടാണ് പ്രസവവേദന അനുഭവിക്കാനുള്ള കെൽപ്പുണ്ടാകുന്നത്. നമ്മനെ നമുക്ക് കൊണ്ട് കൊടുക്ക. എന്നിട്ട് ചൂടും വെച്ച് കൊടുക്ക. നല്ല ചൂടുണ്ടേ. എങ്ങനെയുണ്ട് മോളെ? ചൂട് വെച്ചപ്പോ നല്ല ആശ്വാസമുണ്ടമ്മ. മോള് റെസ്റ്റ് എടുത്തോളൂ. അല്ലെ പിന്നെ എന്തിനാ കരയുന്നേ? എന്റെ അമ്മ പോലും എനിക്കിങ്ങനെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഇതിന് ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാനില്ലേ, ഞാൻ പ്രസവിച്ച എൻ്റെ 5 മോളും നീയും എല്ലാം എനിക്ക് ഒരുപോലെ. അവക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആദ്യത്തെ 3 ദിവസം ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ പ്രസവത്തോടു കൂടി എല്ലാം മാറി. കിടന്നോ.
ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. മോക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇപ്പം എങ്ങനെയുണ്ടോ? നല്ല ആശ്വാസമുണ്ട്. ദാ, ഇതെന്താ? അതെ, ഈ സമയത്ത് ക്രാവിങ്സ് ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തനിക്ക് എന്താണ് കഴിക്കാൻ തോന്നണതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർത്തങ്ങ് വാങ്ങിച്ചു. ചേട്ടാ ബാ കഴിക്കാം.